ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡേ ഇൻ ദുബായ് ആട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനും ചേച്ചിയും ചേട്ടനും എൻ്റെ ഹസ്ബൻഡ് എല്ലാവരോടെയും കൂടി ഇത് ഇറങ്ങി നടക്കുവാണ് കേട്ടോ മെട്രോ സ്റ്റേഷനിലേക്ക്. നമ്മളെവിടെ പോകേണ്ടതെന്ന് തീരുമാനിച്ചില്ല. അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്കൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി. നമ്മൾ ലാസ്റ്റ് തീരുമാനിച്ചത് ക്രീക്കിൽ പോകാനാട്ടോ, ദുബായ് ക്രീക്കിൽ പോകാനാണ് നമ്മൾ തീരുമാനിച്ചത്. അത് ഞങ്ങൾ മെട്രോയിലൊക്കെ കയറി പോയി കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ അളിയനും കുഞ്ഞും കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുവാണ്. നടന്നൊരു വഴിയായിട്ടോ അന്നൊരു ദിവസം എങ്ങനെ പോയാലും ഒരു 10 കിലോമീറ്റർ മിനിമം എങ്കിലും അന്ന് നടന്നിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ നടന്നിട്ടുണ്ട് അന്ന്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് നാട്ടിലെ വിശേഷവും അവിടുത്തെ വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോഴേക്ക് നല്ല വെയിലാണ്. വെയിൽ കാരണം ഞാൻ എൻ്റെ സ്ക്രാഫൊക്കെ ഫുൾ പുതച്ചിരിക്കുക കേട്ടോ. അത് ഇങ്ങനെ കുറച്ച് ഇടവഴിക്കടെ കയറിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വെയിലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോഴേക്കും വീണ്ടും നമ്മൾ അതിനും വെയിലുള്ള സ്ഥലത്തേക്ക് കേട്ടോ ചെന്ന് ചാടിയത്. അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ നടക്കണം. അപ്പോൾ കുറേ ഹോട്ടൽസും അതിൻ്റെ തന്നെ സിറ്റിംഗ് ഒക്കെ പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഫുള്ള് ഈ ചെറിയ ബോട്ടുകളായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ കാണാനായിട്ട് അന്വേഷിക്കുന്ന കേട്ടോ. അത് ഞാൻ മുമ്പിൽ നിൽക്കുന്ന ആൾ കണ്ടിട്ടില്ല. എന്നിട്ട് ഇവിടെ ഫുള്ളിങ്ങനെ ട്രാവലേഴ്സിനെ കൊണ്ടുപോകാനായിട്ടുള്ള ഇങ്ങനത്തെ കുഞ്ഞു ബോട്ടുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ അതിൽ കയറാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല വെയിലായതുകൊണ്ട്. പിന്നെ ഫോട്ടോ സെക്ഷനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നേരെ സൂക്കിൻ്റെ അകത്തേക്ക് പോയി. എനിക്ക് സൂക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ സുവനീഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ. കുറേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഡ്രസ്സുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ഡ്രസ്സിനേക്കാളൊക്കെ ഭയങ്കര വ്യത്യാസം. അവർക്ക് കുറച്ച് സ്റ്റോൺ വർക്ക്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കറൻസിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. അത് ഞാൻ ലാസ്റ്റ് അവിടെ കുറേ ഇങ്ങനെ പ്രാവുകളൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നപ്പോഴേക്കും പ്രാവിൻ്റെ വഴിക്ക് പോയി കേട്ടോ. അത് നമ്മൾ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. കുഞ്ഞിനും നടക്കാൻ അവൾക്കും നല്ല മടിയായിട്ട് ഇടയ്ക്ക് അവളെ എടുത്തുകൊണ്ട് നടക്കേണ്ടതൊക്കെ വന്നു. അപ്പോൾ അവളുടെ അടുത്തൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോഴേക്കും അവൾ ഹായ് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു ഹായ് പറയാം കേട്ടോ. അത് നമ്മൾ നേരെ കുറച്ച് വെള്ളം കുടിക്കാനായിട്ടോ പോയേ. അത്രയും നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ പിന്നെ വെള്ളമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇങ്ങനത്തെ കുറേ സ്പൈസസിൻ്റെയും അങ്ങനത്തെ സംഭവങ്ങളുടെയൊക്കെ ഒരു ഏരിയ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓവറോൾ അവിടെ നടക്കാനും നല്ല സുഖമുണ്ടായിരുന്നു. ആ ഒരു ഏരിയയിലൊന്നും വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്നിട്ട് പിന്നെ നമ്മൾ നടന്നു പോയത് അവിടെ നല്ല കുറച്ച് പ്രീമിയം കഫേസും അതേപോലെ സ്റ്റാർബക്സ് അങ്ങനത്തെ കുറേ ഷോപ്പുകളൊക്കെ ഉള്ള ഏരിയയിലേക്കായിരുന്നു കേട്ടോ. അവിടെയൊക്കെയാണെങ്കിൽ നിറയെ ഫോറിനേഴ്സ് മാത്രമായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു മ്യൂസിയം ഓഫ് ഇല്യൂഷൻ്റെ അകത്ത് കയറിയായിരുന്നു. പക്ഷേ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല അതിൻ്റെ അകത്ത്. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്നും ഇങ്ങനെ ഇറങ്ങി നടക്കുവാണ് കേട്ടോ. നമ്മളില്ലാതെ അവർ ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. ബ്ലഡ് ബാഗേഴ്സ്. അങ്ങനെ അവിടുത്തെ കാഴ്ചയെ കണ്ടിട്ട് ഞങ്ങളിതേ ഊബർ ബുക്ക് ചെയ്ത് ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്ന ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ നമ്മൾ പോകുന്ന കരാമയിലേക്കാട്ടോ. അപ്പോൾ അവിടെയല്ലേ കുറച്ച് കൂടുതലും മലയാളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളത്. അവിടെ ആയതുകൊണ്ട് നമ്മൾ നേരെ കരാമയിലേക്കാണ് ഫുഡ് കഴിക്കാൻ പോണേ. അപ്പോൾ കാറിൽ കയറി കഴിഞ്ഞപ്പോൾ നൈനു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് തോണ്ടും. എന്നിട്ട് ഞാൻ നോക്കുമ്പോഴേക്കും അവൾ മാറിപ്പോയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരുടെയും ഫുഡ് കഴിക്കാനായിട്ട് കരാമയിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഫുഡ് എന്തെങ്കിലും നാടൻ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ് കരാമയിൽ ശരിക്കും. പക്ഷേ ഞങ്ങൾ മന്തി കേട്ടോ, ഫിഷ് മന്തിയും നോർമൽ ചിക്കൻ മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. നമ്മളിത് ഫുഡ് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ടയേർഡായിട്ടോ. ഫുഡ് കഴിച്ച് വയർ ഫുള്ളായതുകൊണ്ട് നടക്കാനും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹസ്ബൻഡിൻ്റെ ഷർട്ടും ഷൂ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നും പറഞ്ഞാൽ ആൾക്ക് ആ ഡ്രസ്സ് ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നും പറഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കയറി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ദുബായ് ഫ്രെയിമിലേക്കാട്ടോ. അപ്പോൾ ദൂരെ കാണാം നമുക്ക് ദുബായ് ഫ്രെയിം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നാട്ടോ പോകുന്നത്.
നമ്മൾ വണ്ടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ ഇത് നടന്ന് ലാസ്റ്റ് ദുബായ് ഫ്രെയിമിൻ്റെ അടുത്ത് എത്തിയിട്ടോ. നമ്മൾ അതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പോയിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഗിഫ്റ്റ് വില്ലേജിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടി കയറിയിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രെയിം കുറച്ചുകൂടെ അടുത്ത് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അവിടെ ഒരു പാലം ഉണ്ടല്ലോ, ആ മുകളിൽ കാണുന്ന പാലത്തിൻ്റെ മുകളിൽ കയറാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ. അത് ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ ആണിത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അവിടെ ആ ഒരു ഈവനിങ് ടൈം ആയതിൻ്റെ ഒരു നല്ലൊരു ലൈറ്റും അതൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് അടുത്തത് ദുബായ് മാളിലേക്കാണ്. അപ്പോൾ നമ്മൾ മെട്രോയിലാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദുബായ് മാളിലെത്തി. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. അന്നത്തെ ദിവസം നടന്ന് കാലൊടിഞ്ഞു എന്ന് വിചാരിച്ച്. കാരണം ഒരുപാട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നടന്ന് സത്യം പറഞ്ഞാൽ ഒട്ടും വയ്യാതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏരിയ കണ്ടപ്പോഴേക്കും ആൾ അങ്ങോട്ട് ഓടി കേട്ടോ. അപ്പോൾ അഖിലത്തെ ഒരു ടീഷർട്ട് പർച്ചേസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഒരു ഷോപ്പിൻ്റെ അകത്ത് കയറി. ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലാസ്റ്റ് ആളതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ആൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എൻ്റെ അമ്മേനെയും ആളുടെ അമ്മേനെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ പറയുക, ഇങ്ങനെ റേറ്റിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ മൊമെൻ്റൊക്കെ. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നിട്ട് നമ്മളടുത്തത് അവിടുത്തെ അക്വേറിയം അന്വേഷിച്ച് നടക്കും കേട്ടോ. അത് കഴിഞ്ഞ് അക്വേറിയം കണ്ടുപിടിച്ച് കുറേ നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഏരിയയിൽ. നല്ല ക്രൗഡഡ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ പോയത് അവിടുത്തെ ഒരു വാട്ടർഫോൾ ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടി നമ്മൾ പോയി. അപ്പോൾ അതും കണ്ടുപിടിച്ചു കേട്ടോ. കുറേ ഇങ്ങനെ നമ്മൾ നടന്ന് ലാസ്റ്റാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരെല്ലാവരുടെ ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു എന്നാൽ ബുർജ് ഖലീഫയും കൂടെയും കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഈ മോളുടെ അകത്തോടെ ഇങ്ങനെ നടന്ന് ലാസ്റ്റ് നമ്മൾ ബുർജ് ഖലീഫയിൽ മറ്റേ വാട്ടർ ഡാൻസോ എന്തോ അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ അത് കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ബുർജ് ഖലീഫയിലെ കുറേ ലൈറ്റ് ഇട്ടുള്ള ആ ഒരു ഇതൊക്കെ കണ്ടു കേട്ടോ. കുറേ നേരം നമ്മളവിടെ ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് കുറേ ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴേക്കും നമുക്ക് ഭയങ്കര ടയേർഡായിട്ടോ. അത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.